നമസ്തേ. ഇത് സംസ്കൃതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സന്ധിഹി. പ്രധാനപ്പെട്ട വിഷയം എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ശ്ലോകങ്ങൾ വരികളൊക്കെ വായിക്കുമ്പോൾ അതെങ്ങനെ പിരിക്കുന്നു അനുസരിച്ചിരിക്കും അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ പിരിക്കുന്നത് പ്രധാനമാണല്ലോ. തെറ്റായ രീതിയിൽ പിരിക്കുകയാണെങ്കിൽ തെറ്റായ അർത്ഥമായിരിക്കും എടുക്കുക നമ്മൾ. ഉദാഹരണത്തിന് നമ്മളെല്ലാവരും മലയാളത്തിലൊരു ചൊല്ല് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ ചുക്കുമു ലഗതി പലി. ഇത് ഞാൻ പിരിച്ചത് തെറ്റായിട്ടാണ് പിരിച്ചിരിക്കുന്നത്. സാധാരണ ഈ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാൻ പറയുമല്ലോ. അപ്പോൾ അതിൽ മുളക്, തിപ്പിലി, ചുക്ക് ഒക്കെ ഇട്ടിട്ട് നല്ല തിളപ്പിച്ച് കുളിക്കാൻ പറയുമല്ലോ. അപ്പം അതിന് ചുക്ക്, മുളക്, തിപ്പിലി. പക്ഷെ അതിനെ നമ്മൾ തെറ്റായിട്ട് പിരിക്കുകയാണെങ്കിൽ ചുക്ക്, മുളക്, തിപ്പിലി, അതിന് ചുക്കുമു ലഗതി പലി എങ്ങനെ പിരിക്കുകയാണെങ്കിലോ അർത്ഥം തന്നെ മാറിപ്പോൾ ഒരു അർത്ഥമില്ലാത്ത വാക്കുകളായിട്ട് മാറും. അപ്പോൾ ഇതിന് ശരിക്കും പിരിക്കേണ്ട എങ്ങനെയാണ്? ചുക്ക്, മുളക്, തിപ്പലി. അപ്പം അത് ഏത് ഭാഷയിലും നമ്മൾ എങ്ങനെ പിരിക്കുന്നോ അതിനനുസരിച്ചിരിക്കും അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പിരിക്കുക അറിയണം. അതിനുള്ള നിയമങ്ങളാണ് നമ്മുടെ സംസ്കൃതത്തിൽ സന്ധിഹി എന്ന് പറയുന്നു. പിരിക്കുക, ചേർക്കുക, രണ്ടിനും കുറേ നിയമങ്ങൾ ഉണ്ട്. നമുക്ക് ഉദാഹരണമായിട്ട് ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന്, പ്രസക്തി എന്താണെന്ന് അറിയാൻ നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ എടുക്കാം. ഒന്നാമത്തത് സംസ്കൃതത്തിലുള്ള ഒരു പദം ഞാൻ എഴുതിയിട്ടുണ്ട്. നാരദോസ്ഥിരഃ. ഈ ഒരു ചിഹ്നം ഇതിന് നമ്മൾ അവഗ്രഹം എന്നാണ് പറയുക. അവഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻ്റ് ആയിട്ടുള്ള, നിശബ്ദമായിട്ടുള്ള ഒരു ആ അവിടെ ഉണ്ട് എന്നാണ്. അപ്പം നാരദോസ്ഥിരഃ. അപ്പം ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ പിരിക്കാം. നാരദോ എന്നുള്ളത് ശരിക്കും നാരദഃ എന്നാണ്. അതിൻ്റെ നിയമങ്ങൾ നമ്മൾ പിന്നീട് കാണും. നാരദഃ പ്ലസ് ഈ അവഗ്രഹം, അതിന് ആ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ പ്ലസ് അത് കഴിഞ്ഞിട്ട് വരുന്നത് സ്ഥിരഃ. അപ്പം നാരദഃ ആ സ്ഥിരഃ ഇങ്ങനെ പിരിക്കാം. ഇല്ലെങ്കിൽ വേറൊരു രീതി, നാരദഃ ഈ ആ ഈ സ്ഥിരഹൻ്റെ കൂടെ നമുക്ക് ചേർത്തിട്ട് ഒരു പദമാക്കാം, അസ്ഥിരഃ. അപ്പം ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പിരിക്കാം. ഈ രണ്ട് രീതിയിൽ പിരിച്ചാൽ അർത്ഥം വ്യത്യസ്തമായ അർത്ഥമാണ് വരിക. പക്ഷേ ശരിക്കുള്ള രീതിയിലാണ് ഇത് പിരിച്ചിരിക്കുന്നത്. അങ്ങനെ നേരെ പിരിച്ചില്ലെങ്കിൽ അർത്ഥം വിപരീതമായി പോകും, ഇവിടെ പറഞ്ഞതുപോലെ. പക്ഷെ ഇങ്ങനെ പിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. നാരദഃ ആ സ്ഥിരഃ. സ്ഥിരഃ സ്ഥിരനാണ്. ആര്? നാരദൻ. എന്തിലാണ് സ്ഥിരൻ? ആയിൽ സ്ഥിരനാണ് നാരദൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ജനനമില്ലാത്ത ആ ബ്രഹ്മതത്വം, പരമാത്മാവ്. പരമാത്മാവിൽ നാരദൻ സ്ഥിരനാണ്. അത് ശരിയാണല്ലോ, നമ്മളും കാണുന്നുണ്ടല്ലോ. പുരാണത്തിലുള്ള കഥാപാത്രമാണല്ലോ നാരദൻ. നാരദന് ഭഗവാനിലുള്ള, പരമാത്മാവിലുള്ള, നാരായണനുള്ള ഭക്തി സ്ഥിരമാണല്ലോ. അതൊരിക്കലും ത്യജിക്കില്ലല്ലോ. അതുകൊണ്ട് നാരദന് ആ പരമാത്മാവിൽ, ആ എന്ന് പറയുമ്പോൾ അജൻ, ജനനമില്ലാത്ത ആ പരമാത്മാവിൽ സ്ഥിരതയുണ്ട് എന്ന് അർത്ഥം. ഇനി വേറൊരു അർത്ഥം, ഈ ആന് നമ്മൾ സ്ഥിര എന്നതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുകയാണ്, അസ്ഥിരഃ. അപ്പം സ്ഥിരഃ എന്ന പദത്തിന് നേരെ വിപരീതമായ അർത്ഥം വരും, അസ്ഥിരഃ. ഒരു സ്ഥിരതയില്ലാത്തവനാണ്. ആര്? നാരദൻ. നാരദഃ അസ്ഥിരഃ. അതും ശരിയാണല്ലോ അല്ലേ. നാരദന് ഒരു ശാപം കിട്ടിയിട്ടുണ്ടല്ലോ, ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് തങ്ങി നിൽക്കാൻ സാധിക്കാതെ വരട്ടെ. പക്ഷെ അതൊരു അനുഗ്രഹമാണ്. കാരണം നാരദനെ പോലുള്ള മഹാത്മാക്കൾ എല്ലായിടത്തും പോകുന്നത്, എവിടെയാണോ പോകുന്നത് അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെ ഒരേ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാണല്ലോ. അതുകൊണ്ട് നാരദൻ അസ്ഥിരനാണ് എന്ന് പറയുന്നതും ഒരു സൗന്ദര്യമുണ്ട്. ഇനി വേറെ രീതിയിൽ നമുക്ക് പിരിക്കാൻ പറ്റുമോ? അങ്ങനെ പിരിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. എന്താണ്? അസ്ഥി രഹ. അങ്ങനെ പിരിക്കാമോ? പറ്റില്ല. കാരണം നിയമം അനുസരിച്ച് അതിന് ഇതില്ല. അതുപോലെ അർത്ഥവും അതുപോലെ വരില്ല. നാരദസ്ഥിരഃ എന്ന് പിരിക്കാമോ? അങ്ങനെയും പിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനാണ് സന്ധിഹി എന്ന് പറയുന്നത്. ശരി, നമുക്ക് ഒരു ഉദാഹരണം കൂടി എടുക്കാം. ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. നല്ല രസകരമായ ഒരു ശ്ലോകമാണ്, ഗണേശൻ്റെ ഒരു ശ്ലോകം. അഗജാനന പത്മാർക്കം. ഇവിടെ ദ മ, പദ്മ. അഗജാനന പത്മാർക്കം
ഗജാനനം അഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. നല്ല ശ്ലോകമാണ്, ഒന്നുകൂടെ വായിക്കാൻ ഞാൻ. അഗജാനന പത്മാർക്കം ഗജാനനം അഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. ഇനി നമുക്ക് നോക്കാം ഇതിൽ അർത്ഥം എന്താണെന്ന്. ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കുമ്പോൾ ആദ്യം അതിൻ്റെ ക്രിയാപദമാണല്ലോ നമ്മൾ നോക്കേണ്ടത്. ക്രിയാപദം എന്താണ്? ഉപാസ്മഹേ, ഉപാസിക്കുന്നു. ഉപാസ്മഹേ എന്ന് വരുമ്പോൾ അതിൻ്റെ കർത്താവ് വയം എന്നാണ്. വയം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും. വയം ഉപാസ്മഹേ, നമ്മളെല്ലാവരും ഉപാസിക്കുന്നു. അടുത്ത ചോദ്യം വരും, ആരെ ഉപാസിക്കുന്നു? ഗജാനനം ഉപാസ്മഹേ, നമ്മളെല്ലാവരും ഗജാനനനെ ഉപാസിക്കുന്നു. ഗജാനന എങ്ങനെ പിരിക്കാം അതിന്? ഗജാനന അങ്ങനെയാണോ പിരിക്കേണ്ടത്? ഗജ ആനന. അപ്പൊ ഇതിനിതാ സന്ധിയുടെ നിയമം വന്നുവല്ലോ അല്ലെ. ഗജ ആനന, ആനന മുഖം, ഗജ ആന. അപ്പോൾ ആരുടെ മുഖമാണോ ആനയുടേത് അതാണ് ഗജാനനൻ. അപ്പോൾ ഗജാനനനെ ഞങ്ങൾ ഉപാസിക്കുന്നു. എപ്പോഴാണ് ഉപാസിക്കുന്നത്? അഹർനിശം ഉപാസ്മഹേ. അഹർനിശം, അഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ, നിശം രാത്രി. അപ്പോൾ ദിവസവും രാത്രിയും ഇടവില്ലാതെ 24 മണിക്കൂറും നമ്മൾ ഗജാനനെ ഉപാസിക്കുന്നു, സ്മരിക്കുന്നു. ശരി, എങ്ങനെയുള്ള ഗജാനനാണ്? ഗജാനനന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? അതാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ വെച്ച് തുടങ്ങാം. അഗജാനന പത്മാർക്കം ഗജാനനം ഉപാസ്മഹേ. ഗജാനനെ ഉപാസിക്കുന്നു ഞങ്ങൾ. ആരാണ് ഗജാനനൻ? അഗജാനന പത്മാർക്കം. നമ്മൾ കണ്ടു ഗജാനനെ ഉപാസിക്കുന്നു. ആരാണ് ഈ ഗജാനൻ? നമ്മൾ അഗജാനന എന്ന് എഴുതിയിരിക്കുന്നു ഇവിടെ. നേരെ ഓപ്പോസിറ്റ് അർത്ഥം വരും അല്ലേ. ആ ഗജാനന. അതെങ്ങനെയാ സാധ്യമാവുക? അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും ഒരു രീതി ഉണ്ടാവും പിരിക്കാൻ. ഈ ഒരു പദം എടുക്കാം, നല്ല സുന്ദരമായ പദമാണിത്. അഗജാനന പത്മാർക്കം. നമുക്ക് പിരിക്കാം. എങ്ങനെയാ പിരിക്കാൻ പറ്റാം? പിരിക്കുമ്പോൾ സംസ്കൃതത്തിൽ ഇതൊരു സമസ്ത പദമായതുകൊണ്ട് പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം എടുക്കുന്നത് നേരെ അവസാനം മുതൽക്ക് തുടക്കത്തിലാണ് അതിൻ്റെ അർത്ഥം എടുക്കുക. പിരിച്ചു നോക്കാം നമുക്ക്. അഗജ ആനന പത്മ അർക്ക. അങ്ങനെ എടുത്ത് നോക്കാം നമുക്ക്. അഗജ ആനന പത്മ അർക്ക. എല്ലാത്തിനും അർത്ഥം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അർക്കഹ സൂര്യൻ, പത്മ താമര, ആനന മുഖം. ഇനിയുള്ളത് അഗജ. എന്താണ് അർത്ഥം? അത് നമുക്ക് പിരിച്ചു നോക്കാം. ജ അല്ലെങ്കിൽ ജ. ജ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനനം. ഇപ്പൊ അജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനനമില്ലാത്തവൻ, അജൻ. ഇപ്പൊ ഇവിടെ ജനിക്കുക. ശരി, എന്തിൽ നിന്നാണ് ജനിച്ചത്? ജാ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ പദമാണ്, സ്ത്രീലിംഗ പദമാണ്. അതുകൊണ്ടാണ് ജാ ആ കാരാന്തം വരുന്നത്. ശരി, ജനിച്ചു. എവിടെ നിന്ന് ജനിച്ചു? ആഗ. എന്താണ് ഈ ആഗ? അപ്പൊ നമ്മൾ പിരിച്ചു, അർത്ഥം അറിയണ്ടേ അല്ലേ. ഇനി നമുക്ക് എടുക്കാം ഗ അ. ഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗച്ഛതി, പോകുക. അപ്പൊ അതിൻ്റെ കൂടെ നകാരാത്മകമായിട്ടുള്ള ഓപ്പോസിറ്റ് അർത്ഥം ആ ഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്നേ ഇല്ല, അവിടെ തന്നെ നിൽക്കും. അതാരാണ്? ഭൂമിയിലെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കും. വൃക്ഷങ്ങളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. ആടാത്ത എന്താണുള്ളത്? പർവ്വതം. പർവ്വതം. പർവ്വതത്തിന് അഗ എന്ന് പറയുന്നു. പർവ്വതത്തിൽ നിന്നും ജ, ജനിച്ചവൾ ആരാണ്? പാർവതി. പാർവതി ഹിമാലയത്തിന്റെ പുത്രിയാണല്ലോ. അപ്പോൾ അഗ, പർവ്വതത്തിൽ നിന്നും ജനിച്ചവൾ പാർവതി. ഇനി നമുക്കിത് എങ്ങനെ യോജിപ്പിക്കാമെന്ന് നോക്കാം. ഇവിടെ പാർവതി അർത്ഥം അഗജ, ആനന മുഖമാണ്, പത്മം താമര, അർക്കം സൂര്യൻ. ഇനി എങ്ങനെ ഇതിനെ യോജിപ്പിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒരു 2 ഗ്രൂപ്പായിട്ട് എടുക്കാം. അഗജാനന
പത്മാർക്കം എടുക്കാം നമുക്ക്. പത്മ അർക്കം. താമരയ്ക്കും സൂര്യനും തമ്മിൽ എന്താണ് ബന്ധം? സൂര്യൻ വരുമ്പോഴാണ് താമര വിരിയുന്നത് അല്ലെ? താമര വിരിയുന്നത്. ഇവിടെ അഗജ, പാർവതി ഉണ്ട്, മുഖമുണ്ട്. എങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്യും? ഇത് ഹോളായിട്ട് വരുന്ന സമസ്ത പദത്തിന്റെ അർത്ഥം എന്താണ്? ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അഗജാനന പത്മാർക്കനായ ഗജാനനെ നമ്മൾ ഉപാസിക്കുന്നു. അപ്പൊ ഇതിന്റെ മുഴുവൻ പദത്തിന് അർത്ഥം ആർക്കാണ്? ഗജാനനൻ, ഗണപതിക്കുള്ള വിശേഷണമാണ് ഇത്. ഇപ്പൊ എങ്ങനെ എടുക്കാം? എങ്ങനെയാണോ സൂര്യൻ പത്മത്തിന്, താമരയ്ക്ക് അതേപോലെ പാർവതിയുടെ മുഖമാകുന്ന താമരയ്ക്ക് ആരാണോ സൂര്യൻ? ഗജാനനൻ. അതായത് എപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ? അമ്മമാർക്ക് കുട്ടികളുടെ മുഖം കാണുമ്പോൾ, കുട്ടികളെ കാണുമ്പോൾ അമ്മമാരുടെ മുഖം ഇങ്ങനെ വിരിയും അല്ലേ, ചിരിക്കുമല്ലോ നമ്മള്. അതേപോലെയാണ് ഇവിടെ എങ്ങനെയാണോ സൂര്യൻ പത്മത്തിനെ വിരിയിക്കുന്നത്, അതേപോലെ പാർവതിയുടെ മുഖമാകുന്ന താമരയെ വിരിക്കുന്ന സൂര്യനാണ് ആര്? ഗജാനനൻ. അപ്പൊ അങ്ങനെ അത് സൂപ്പർ അല്ലേ? അപ്പോ ഗജാനനൻ, അഗജാനന, പത്മാർക്കൻ. ശരി, അപ്പൊ ആ ഒരു പദത്തിന് അർത്ഥമായി. ഇനിയും എങ്ങനെയുള്ള ഗജാനനാണ്? ഇനിയാണ് വരുന്നത് നല്ല രസമായിട്ടുള്ള ഒരു പദം. ഏകദന്തം ഗജാനനം ഉപാസ്മഹേ. ഏകദന്തനായ ഗജാനനൻ. ഏകദന്തൻ ഒരു കൊമ്പ്. അതിന് കൊമ്പ് എന്നാണ് പറയുന്നത് നമ്മള്. കൊമ്പ് എന്നാണോ പറയാ? ആനയുടെ കൊമ്പ്. അപ്പൊ മറ്റേ കൊമ്പ് എവിടെ പോയി? ആനയ്ക്ക് 2 കൊമ്പുണ്ടല്ലോ അല്ലേ? ഇപ്പൊ ഗജാനന് ഒരു കൊമ്പ് മുറിച്ചു അല്ലെ, പാതി മുറിഞ്ഞിരിക്കുകയാണല്ലോ. അതിന് പല പല കഥകളുണ്ട്, ആ കഥയിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അതുകൊണ്ട് ഒരു കൊമ്പുള്ള ഏകദന്തം ഗജാനനം ഉപാസ്മഹേ. ശരി, ഇനിയും വേറെ എങ്ങനെയുള്ള ഗണേശനാണ്? അനേകദന്തം ഭക്താനാം ഗജാനനം ഉപാസ്മഹേ. എങ്ങനെയുള്ള ഗണേശനാണ്? അനേകദന്തം ഭക്താനാം. ഇപ്പൊ ഇവിടെ നോക്കൂ, അനേകദന്തം, ഏകദന്തം. ഏകദന്തം ഒരു ദന്തനുള്ള ഗണേശൻ. അനേകദന്തം പല ദന്തങ്ങളുണ്ട് അല്ലേ, പല കൊമ്പുകൾ. അപ്പൊ എങ്ങനെയാണ് അർത്ഥം ശരിയാവുക? അപ്പൊ ഇതിൽ നമ്മൾ പിരിക്കുന്നത് എങ്ങനെയാണെന്ന് അനുസരിച്ചിരിക്കും. എങ്ങനെ പിരിക്കും ഇതിന്? അപ്പൊ സന്ധിയുടെ നിയമങ്ങൾ ഇവിടെ നോക്കണം നമ്മൾ. ഇവിടെ ഏകദന്തം എഴുതി, അതുകൊണ്ട് ഇവിടെ അനേകദന്തം എന്നല്ല അർത്ഥം വരിക. ഇതിനെങ്ങനെ പിരിക്കും? നമ്മൾ ഇങ്ങനെ പിരിക്കും. അനേകദം തം, അനേകദം തം. സന്ധിയിൽ അനേകദം തം തമ്മിൽ ചേരുമ്പോൾ ഈ വരുന്ന ഈ കുത്ത്, എന്താണ് ഈ കുത്തിന് പേര്? നമ്മൾ അനുസ്വാരം എന്നല്ലേ പറയാ. അനുസ്വാരം ന, ഇവിടെ കാണുന്ന ന ആയി മാറും. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ. പിരിക്കുമ്പോൾ ഇങ്ങനെയാണ് പിരിക്കേണ്ടത്. അനേകദം തം ഭക്താനാം. ഇപ്പോൾ ഭക്താനാം, ഭക്തന്മാർക്ക് അനേകദം, അതർത്ഥം എന്താണ്? അനേകദം, ദം നൽകുന്നവൻ, ദാനം ചെയ്യുന്നവൻ, നൽകുന്നവൻ. എന്ത് നൽകുന്നു? അനേകദം, ഒരുപാട് നൽകുന്നു. ആർക്ക്? ഭക്തന്മാർക്ക്. ഒരുപാട് നൽകുന്ന, ഭക്തന്മാർക്ക് ഒരുപാട് വരങ്ങൾ നൽകുന്ന ആ തം ഗണേശനെ, തം അവനെ, ഗണേശനെ ഞങ്ങൾ ഉപാസിക്കുന്നു. അപ്പം ഇവിടെയും സന്ധിയുടെ നിയമങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ സുന്ദരമായിട്ട് നമുക്ക് പിരിക്കാം. പിരിക്കുകയാണെങ്കിൽ അർത്ഥവും നമുക്ക് മനസ്സിലാകും. അപ്പം അതാണ് സന്ധിയുടെ പ്രസക്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സന്ധിനെ പറ്റി നമ്മൾ കണ്ടു. ഇനി എന്താണ് ശരിക്കും സന്ധി? ഇനി അതിലേക്ക് നമുക്ക് ഇറങ്ങാം അടുത്ത ക്ലാസ് മുതൽ.